അതെ, നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഈ അപ്പത്തിന്റെ മാവ് അധികം വന്ന, അതായത് രാവിലെ നമ്മൾ അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് അധികം വരുന്ന മാവ് നിങ്ങൾ പൊതുവെ എന്താ ചെയ്യാറുള്ളത്? കളയാണോ അതോ എന്താ അത് മൊത്തത്തോടെ അങ്ങ് ചുട്ട് തീർക്കാണോ? എന്താ ചെയ്യാ? അപ്പൊ അത് കമന്റിൽ അറിയിക്കണേ. അപ്പം ഇനി മുതൽ അധികം വരുന്ന മാവ് ഒരു കാരണവശാലും നിങ്ങൾ കളയോ അല്ലെങ്കിൽ അധികം ചുട്ട് തീർക്കണം. നമുക്ക് വേറൊരു സ്നാക്സ് ഉണ്ടാക്കാം. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പൊ അതാണ്ട് അധികം വന്ന മാവാട്ടോ ഞാൻ എടുത്തത്. അപ്പൊ അതുകൊണ്ടാണ് ഈ പാത്രത്തിന്റെ അങ്ങും ഇങ്ങും ഒക്കെ കുറച്ച് മാവ് ഒട്ടിയിരിക്കുന്നത്. അപ്പം ഞാൻ ഇതേപോലെ മാവ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് മധുരത്തിന് ശർക്കരയും പിന്നെ കുറച്ച് നെയ്യും നമ്മുടെ തേങ്ങയില്ലേ, തേങ്ങയെക്കാളും കരിക്ക് അരച്ച് ചേർത്തിട്ട് നമുക്ക് ദാണ്ട് ഒരു ഇഡ്ഡലി പാത്രം എടുത്തിട്ട് കുറച്ച് വെള്ളമൊക്കെ നിറച്ച് ആ ഇഡ്ഡലി പാത്രത്തിന്റെ തട്ടില്ലേ അത് നമ്മൾ തിരിച്ചു വെക്കണം. അതായത് മറിച്ച് വെച്ചിട്ട് അതിൻ്റെ മണ്ട ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു സംഭവം അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഡെക്കറേഷന് വേണ്ടി അണ്ടിപ്പരിപ്പോ ബദാമോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചേർക്കാം. ഞാനിവിടെ ബദാം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. അതാണ്ട് നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഈ കണ്ടോ കുറച്ച് ഭാഗം നമ്മൾ എടുത്തേക്കുന്നത് നമ്മൾ വെന്തോ നോക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ സംഭവം സൂപ്പറാണ്, നല്ല സോഫ്റ്റ് ആണ്. കാരണം നെയ്യൊക്കെ അത്ര ആഡ് ആക്കിയതാണ്, നല്ല സോഫ്റ്റ് ആയ ഒരു സാധനമാണ്. ഇനി മുതൽ ഒരിക്കലും നിങ്ങൾ അപ്പത്തിൻ്റെ മാവ് ഇങ്ങനെ കളയാൻ പാടില്ല. അപ്പം